തിരുവനന്തപുരം പുരവിയിൽ ശ്രീ ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രം 24ാമത് പ്രതിഷ്ഠാവാർഷികവും ഉത്രം പൊങ്കാല മഹോത്സവവും ജൂലൈ 1 ജൂൺ 29 മുതൽ 3 ദിവസങ്ങളിൽ നടക്കുന്ന മഹോത്സവത്തിൽ വിശേഷാൽ പൂജയും വഴിപാടുകളുമൊക്കെയാണ് നടക്കുന്നത്. ഒന്നാം ദിവസമായി ഇന്നലെ സാംസ്കാരിക സമ്മേളനവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും നൽകി ആദരിച്ചു. മിഥുനമാസത്തിലെ ഉത്രം നാളിലാണ് പൊങ്കാല മഹോത്സവം. 24ാമത് പ്രതിഷ്ഠാവാർഷികവുമായി ബന്ധപ്പെട്ട് 3 ദിവസങ്ങളിലായി വിശേഷാൽ പൂജയും വഴിപാടുകളുമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം പുരവിയിൽ ശ്രീ ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രം കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അന്നപൂർണ ദേവിയുടെ പ്രതിഷ്ഠാരൂപമുള്ള ക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലെ അന്നപൂർണ ദേവി പ്രതിഷ്ഠയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലെ ഒന്നാണ് ഈ പുരവിയൽ ചാമുണ്ടേശ്വരി ക്ഷേത്രം. ചാമുണ്ഡി ദേവിക്ക് തുല്യമായിട്ട് തന്നെ അന്നപൂർണ ഭഗവതിയെ വരുന്നവർക്കെല്ലാവർക്കും അന്നം നൽകി അവരുടെ തൃപ്തിയോടുകൂടി പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി സാക്ഷാൽ ഭഗവതി അന്നപൂർണ ഭാവത്തിൽ ചട്ടുകവും തവിയോടുകൂടി നിൽക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹപ്രതിഷ്ഠയുള്ള തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അന്നപൂർണ പ്രതിഷ്ഠ. ആ ചാമുണ്ഡി ഭക്തർക്ക് എല്ലാവിധത്തിലുള്ള അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കത്തക്ക അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ പരിലസിച്ച് വരുന്നത്. ചാമുണ്ഡി ദേവിയുടെ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് തന്നെ കളരി ദേവതയായിട്ടും ആചരിക്കുന്നു. 600 വർഷത്തെ പഴക്കമുണ്ട് പുരവിയിൽ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ചൈതന്യത്തിന്. ഈ ക്ഷേത്രം 8 വീട്ടുപിള്ളമാരിൽ വെങ്ങാനൂർ പിള്ളയുടെ ഒരു പരദേവത ക്ഷേത്രമായിട്ടാണത് വിശ്വസിച്ചു വരുന്നത്. ഇവിടുത്തെ ചൈതന്യത്തിന് ഏകദേശം ഒരു 600 വർഷത്തോളം പഴക്കം. അപ്പോൾ ആദ്യം ഈ ചൈതന്യം കൊണ്ടുവന്നത് കാവിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒരു വളരെ പ്രസിദ്ധമായൊരു കാവും ഇവിടുത്തെ ആയില്യം വളരെ പ്രസിദ്ധമാണ്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചാമുണ്ടേശ്വരി ദേവിയും തൊട്ടടുത്തായിട്ട് തുല്യ പ്രാധാന്യത്തോടെ അന്നപൂർണേശ്വരി ദേവിയുമുണ്ട്. എല്ലാ വർഷവും മിഥുന മാസത്തിൽ ഉത്രം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വാർഷിക ചടങ്ങുകൾ നടക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമൊന്നും കൂടെ ഖ്യാതിയും കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട്. കാലങ്ങൾക്ക് മുന്നേ കളരിയുടെ ഇളങ്കമായിരുന്നു പുരവിയിൽ ചാമുണ്ഡി ക്ഷേത്രം. അഭീഷ്ടവരധാനിയായ ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. വളരെയധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. തുടക്കത്തിൽ ഒരു പന്തിരടി ഇലങ്കമായിരുന്നു. ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയുള്ള പന്തിരടി ഇലങ്കമായിരുന്നു. അന്ന് കലമാൻ കൊമ്പും വാളും അങ്ങനെ വച്ച് പൂജിച്ചു വന്ന ദേവതയാണ്. പിന്നെ കാലക്രമം കൊണ്ട് ഇത് പുനരുദ്ധാരണം നടന്നു ഇന്ന് ഈ രീതിയിലായി. ചാമുണ്ടേശ്വരി ദേവിയെ പോലെ തന്നെയാണ് ഇവിടെ അന്നപൂർണേശ്വരി ദേവിക്കും തുല്യ പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ ഈ പരിസരവാസികൾക്ക് മൊത്തം തന്നെ വളരെയധികം ദേവിയിൽ വിശ്വാസമാണ്. കാര്യം അഭീഷ്ട വരദായിനിയായിട്ടാണ് ദേവിയെ കണക്കാക്കുന്നത്. കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടാലും ദേവിയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്ന് ഇവിടുത്തെ ആളുകളെല്ലാം വിശ്വസിച്ചു വരുന്നു. ജൂൺ 29-ാം തീയതി പ്രതിഷ്ഠാ വാർഷികത്തോടുകൂടി ആരംഭിച്ച മഹോത്സവം ജൂലൈ 1-ാം തീയതി ഉത്രം പൊങ്കാലയോടുകൂടി പര്യവസാനിക്കും. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും നൽകി ആദരിച്ചു. ജനം, തിരുവനന്തപുരം.